ഹലോ എവരി വൺ. നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് കുളംസ് ലോ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. കുളംസ് ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കുളംസ് ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താ ചെയ്തതെന്നുള്ളൊരു ബ്രീഫ് റീക്യാപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. സോ നമുക്ക് രണ്ട് ടൈപ്സ് ചാർജസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കേസിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പോസിറ്റീവും ആയിട്ടുള്ള ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവും റിപ്പൽ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചാർജസ്, ഈ ലൈക്ക് ചാർജസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, പിന്നെ അൺലൈക്ക് ചാർജസ്, ഓപ്പോസിറ്റ് ചാർജസ്, അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഡിയ ആണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞൊരു ഐഡിയ. ചാർജ് എന്ന് പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം എന്തുകൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ്. സോ ആറ്റംസിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺസിന് നിങ്ങൾ രണ്ട് ഇലക്ട്രോൺസിനെ അടുത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യും. അതായത് അടുക്കാൻ സമ്മതിക്കത്തില്ല. ആക്ച്വലി ഒരു ഫോഴ്സ് തമ്മിൽ എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ ഒരു കൺവെൻഷനാണ്. ഇതിന് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയും, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺസിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, സീറോ ചാർജ്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് നിങ്ങൾ ഏത് വസ്തു എടുത്താലും അതിൻ്റെ അകത്ത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ടാവും. അതായത് n ഇലക്ട്രോൺസും n പ്രോട്ടോൺസും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ഈ നമ്പറിൽ വ്യതിയാനം വരുത്തിയാൽ, അതായത് ഇപ്പോൾ ഇലക്ട്രോൺസിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ടാവും. പ്രോട്ടോൺസ് എക്സസ് ആവും. പ്രോട്ടോൺസ് എക്സസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇനി ഇലക്ട്രോൺസിനെ നിങ്ങൾ ആഡ് ചെയ്താലോ? ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഓക്കെ, ഇത്രയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരു ഐഡിയ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ട് തന്നെ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യം മാത്തമാറ്റിക്കലി നമ്മൾ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ ഇത് ന്യൂട്രൽ ആണ്. ഇറ്റ് ഹാസ് 0 കുളംബ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ചാർജ്. ഓക്കെ, ഒരു ചാർജും ഇല്ലാത്തൊരു മെറ്റീരിയൽ. ഇതിൽ നിന്ന് ഞാൻ n ഇലക്ട്രോൺസിനെ വലിച്ചു. n ഇലക്ട്രോൺസിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സസ് എത്ര പ്രോട്ടോൺസ് ഉണ്ടാവും? n എക്സസ് പ്രോട്ടോൺസ് ഉണ്ടാവില്ലേ? അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 ഇലക്ട്രോൺസ് ഉണ്ട്, 100 പ്രോട്ടോൺസ് ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ 20 ഇലക്ട്രോൺസിനെ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടാവും? ഇതിൻ്റെ അകത്ത് 80 ഇലക്ട്രോൺസും 100 പ്രോട്ടോൺസും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? അതായത് 80 ഇലക്ട്രോൺസിനെ, അതായത് 80 പ്രോട്ടോൺസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. പിന്നെ എക്സസ് ആയിട്ടുള്ള പ്രോട്ടോൺസിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേറെ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് 20 പ്രോട്ടോൺസ് എക്സ്ട്രാ ആണ്. ഇത് എക്സ്ട്രാ ആണ്. ഈ എക്സ്ട്രാ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 20 ഇൻറ്റു പ്ലസ് 1.6 ഇൻറ്റു 10⁻⁻19 കുളംസ് ആണ്. ഈ 1.6 ഇൻറ്റു 10⁻⁻19 കുളംസ് ആണ് ചാർജ് ഓഫ് 1 പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിൻ്റെ ചാർജാണത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്ത ഒരു ബ്രീഫ് റീക്യാപ്പ് മാത്രം. സോ ഇതിൽ നിന്ന് ഈ കേസ് ഓക്കെ, സോ ഇതിൽ നിന്ന് ഞാൻ n ഇലക്ട്രോൺസിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് n എക്സസ് പ്രോട്ടോൺസ് ഉണ്ടാവും. ഇത് എക്സസ് പ്രോട്ടോൺസ് ആണ്. സോ n ഇൻറ്റു പ്ലസ് 1.6 ഇൻറ്റു 10⁻⁻19 കുളംസ് ആയിരിക്കും ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, Q. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ n ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക. n ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലി ഇതിൻ്റെ അകത്ത് n ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് n ഇൻറ്റു -1.6 ഇൻറ്റു 10⁻⁻19 കുളംസ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ n ഇലക്ട്രോൺസ് എക്സസ് ഉണ്ടാകുമ്പോൾ ഈ -1.6 ഇൻറ്റു 10⁻⁻19 കുളംസ് ആണ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഇത്. സോ n ഇലക്ട്രോൺസ് എക്സസ് ഉണ്ടായതുകൊണ്ട് തന്നെ n ഇൻറ്റു അത്രയും മടങ്ങ് ചാർജ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. സോ ഈ ഒരു ഐഡിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ചാർജസും, ഇലക്ട്രിക്കൽ ചാർജസ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ചാർജസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് ചാർജ്. അതായത് ഇത് ഗ്രാനുലർ ആണെന്ന് പറയാം, അതായത് ഗ്രെയിൻസ് ആണെന്നുള്ള രീതി പറയാം. ഗ്രെയിൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, അതായത് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിൻ്റെ ചാർജസ് നമുക്ക് പറയാൻ പറ്റും. അതായത് എക്സസ് ഇലക്ട്രോൺസോ എക്സസ് പ്രോട്ടോൺസോ കാരണം ഉണ്ടാവുന്ന
ഈ വ്യതിയാനത്തിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഫോഴ്സാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞത്. സോ ഈ ഐഡിയനെ പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതാണ് ഐഡിയ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലോകത്തുള്ള ഏത് ചാർജും ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രിക്കൽ, അതായത് ഇലക്ട്രോണിക് ചാർജ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ, അതായത് മൾട്ടിപ്പിൾസ് ആയിരിക്കും ആ ചാർജ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1.6 × 10⁻⁻19 കുളംസ് ബൈ 2 അത്രയും കുളംസ് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതായത് E/2 എന്ന് പറയുന്നത്, E/2 കുളംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അത് സ്റ്റേബിൾ അല്ല, സ്റ്റേബിൾ ആയിട്ട് ആ ചാർജ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 ചാർജസ് ഉണ്ടെന്ന് വെച്ചോ, ഒരു ഇതൊന്ന് റേസ് ചെയ്തോട്ടെ. സോ 2 ചാർജസ് ഉണ്ട്. ലെറ്റ്സ് സേ ഫസ്റ്റ് വൺ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ചാർജ് Q1. ഓക്കെ, ഇതാണ് എൻ്റെ സെക്കൻഡ് ചാർജ് Q2. ആൻഡ് ഒരു കാര്യം കൂടെ, ഈ ചാർജസ് ആർ പോയിന്റ് ചാർജസ്. നമ്മൾ പോയിന്റ് പാർട്ടിക്കിൾസ് എന്താണെന്ന് പഠിച്ചു. പോയിന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഷേപ്പ് ഇല്ല, സൈസ് ഇല്ല, സ്പേഷ്യൽ എക്സ്റ്റെൻഡ് ഇല്ല. അതാണ് മെയിനായിട്ട് ഐഡിയ. അതായത് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞായിരുന്നു ഒരു കേസ്. ഇപ്പം ലെറ്റ്സ് സേ ഞാൻ ഇവിടുന്ന് ഇപ്പം കാലിക്കറ്റ് സിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മെഷർ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ റൈറ്റ് കൈ മുതലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണോ, ലെഫ്റ്റ് കൈയിലുള്ള മെഷർ ചെയ്യണോ, അത് മാറ്റർ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അതായത് ഞാൻ എന്നെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഞാൻ നിൽക്കുന്ന ഒരു പോയിന്റിലാണ്. എൻ്റെ ഷേപ്പോ സൈസോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പോയിന്റിൽ നിന്ന് കാലിക്കറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആ രീതി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. അതേപോലത്തെ അതാണ് ഐഡിയ ഓഫ് പോയിന്റ് ഒബ്ജക്റ്റ്. അതായത് ഫോർ സർട്ടൻ മെഷർമെൻറ്റ്സ് നമ്മൾ ആ പർട്ടിക്കുലർ ചാർജിൻ്റെ ഷേപ്പോ സൈസോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിന് Q1 ചാർജ് ഉണ്ട്, ഇത് Q2 ചാർജ് ഉണ്ട്. ദീസ് ആർ പോയിന്റ് ചാർജസ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. എത്രയാ ഡിസ്റ്റൻസ് R എന്ന് വെച്ചോ. ഓക്കെ, ഇനി സോ ഇത് രണ്ടും ഇവിടെ ഉണ്ട്. സോ കുളംസ് ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് എക്സർട്ടഡ് ഓൺ Q1 ഓർ Q2, അതെന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ ചാർജസ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ദർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം. ഓക്കെ, സോ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2. അതായത് ഇപ്പോൾ ഇതിനകത്ത് Q1 ഞാൻ ഡബിൾ ചെയ്യാന്ന് വെച്ചോ, ഫോഴ്സ് ഡബിൾ ആവും. ഇപ്പോൾ ഞാൻ Q1 അവിടെ നിർത്തി Q2 മാത്രം ഡബിൾ ചെയ്യുന്നത്, അപ്പോൾ ഫോഴ്സ് ഡൗൺ ആവും. ഇപ്പോൾ രണ്ടും ഞാൻ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് 4 ടൈംസ് ആവും. സോ ലീനിയർ ആയിട്ടാണ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ദ ഇൻക്രീസ് ഇൻ ചാർജ്. അതാണ് ഐഡിയ. സോ എഗെയിൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഞാൻ ഇപ്പോൾ കൂട്ടുക എന്ന് വെച്ചോ. ഇപ്പോൾ ഞാൻ 2 മടങ്ങ് കൂട്ടി എന്ന് പറയുന്ന സമയത്ത് ഫോഴ്സ് വിൽ ഡിക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 1/4. അതായത് ഞാൻ ഡിസ്റ്റൻസ് R to R മേ ബി 2R ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് വിൽ ബിക്കം F2 1/4 F ആവും. ഓക്കെ, സോ ഇതേപോലെ തന്നെ ഇപ്പം Q1 to 2Q1 ആവുമ്പോൾ ഫോഴ്സ് വിൽ ബിക്കം 2F. ഓക്കെ, ഇനി വൈസ് വേഴ്സ, അത് മീൻ ഇത് ഓപ്പോസിറ്റും ഈ കേസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ Q2 ആണെങ്കിലും സെയിം കേസ്. ഇപ്പോൾ Q1 ആൻഡ് Q2 ഇത് രണ്ടും ഞാൻ കൂട്ടുകയെന്ന് വെച്ചോ. ഇത് 2Q1 ആയി, ഇത് 2Q2 ആയി. ഓക്കെ, അപ്പോൾ ഫോഴ്സ് വിൽ ബിക്കം 4 ടൈംസ് ദ ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. സി, if Q1 ഡബിൾ ആവുന്ന സമയത്ത് 2 into Q1 Q2 by R². സോ ഡബിൾ ആയി ഫോഴ്സ്. ഇത് 2 ആവുന്ന സമയത്ത് R എന്ന് പറഞ്ഞാൽ 2R, സെപ്പറേഷൻ കൂടുന്ന സമയത്ത് ഇത് 2R ആയി. സോ 2R the whole square, അത് 1/4 ആയി. അതുകൊണ്ടാണ് 1/4 ആയത്. സോ ഇങ്ങനെയാണ് കുളംസ് ലോ. ഇതാണ് ആക്ച്വലി നമ്മുടെ കുളംസ് ലോ എന്ന് പറയുന്നത്. കുളംസ് ലോ. ഓക്കെ, സോ ഇതാണ് ഐഡിയ. ഇനി ഇതിനൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഞാൻ പറയുന്നത്, ഈക്വൽ ആണെന്നല്ല പറഞ്ഞേക്കുന്നത്. ഇതിനെ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് Q1 Q2 ആൻഡ് R². ഓക്കെ, സോ ഇതിനൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വാല്യൂ ഈ രീതിയിൽ എഴുതുക, 1/4πε0 Q1
Q2/r². ഓക്കെ, ഇതിൻ്റെ വാല്യൂ, അതായത് നിങ്ങളിപ്പോൾ ഈ ചാർജ് വെച്ചേക്കുന്നത് ഫ്രീ സ്പേസിലാണ്, വാക്വത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിനകത്ത് ഈ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁹ ആണ്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ സ്പേസിൽ കൊണ്ടുപോയിട്ട് Q1 ഒരു 1 coulomb ഓഫ് ചാർജ് വെച്ചു, അനദർ 1 coulomb ഓഫ് ചാർജ് വെച്ചു, അത് സെപ്പറേറ്റ് ചെയ്ത് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ കേസിനകത്ത് അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q1 Q2 and r². ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺസ് ആണ്. അത് വലിയൊരു ഫോഴ്സാണ് ആക്ച്വലി. അതായത് 1 coulomb അടുത്ത 1 coulomb-നെ അത്ര എമൗണ്ട് ഓഫ് ഫോഴ്സിനെ കൊണ്ട് റിപ്പൽ ചെയ്യും, അതായത് അതിനെ തള്ളി മാറ്റാൻ നോക്കും. അതേപോലെ തന്നെ ഈ 1 coulomb-നെ തിരിച്ചും അതേ ഫോഴ്സ് തന്നെ തള്ളി മാറ്റാനായിട്ട് ഈ ചാർജും നോക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത് 9 × 10⁹ ന്യൂട്ടൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടൈം നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാനൊരു ബോക്സ് എടുത്തു, ഈ ബോക്സിൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാന്ന് വെച്ചോ. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന 10 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സാണ് ഞാൻ എക്സേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 10 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ് ഈ ബോക്സിൽ ഞാൻ എക്സേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? അത് ആക്ച്വലി ഇത് എങ്ങോട്ടത്തേക്കാണ് മൂവ് ചെയ്യുക ഈ ബോക്സ്? ഞാൻ നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡയറക്ഷൻ കൊടുക്കണം. ഇത് ഇങ്ങോട്ടത്തേക്കാണോ ഞാൻ 10 ന്യൂട്ടൺസ് അപ്ലൈ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ അപ്വേർഡ് താഴത്തേക്കാണോ, അതൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വാല്യൂ കിട്ടിയോണ്ട് മാത്രം ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പർട്ടിക്കുലർ ബോക്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, അതിൻ്റെ ഡൈനാമിക്സിനെ പറ്റി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഡയറക്ഷണൽ ആസ്പെക്റ്റ് കൊടുക്കണം. ഡയറക്ഷണൽ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വെക്ടറൽ ഫോമിൽ ഇത് എഴുതണം. ഓക്കെ, അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റേജ്. ഓക്കെ, സോ ഫാർ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ലോ തന്നു. ഈ ലോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സിമിലർ ടു നമ്മുടെ ഗ്രാവിറ്റേഷണൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതേപോലെ തന്നെ ഇല്ലേ? അതായത് അതെന്ന് പറഞ്ഞാൽ F പ്രൊപ്പോർഷണൽ ടു M1 M2, അതായത് ചാർജിന് പകരം അവിടെ മാസ് ഉണ്ടായിരുന്നത് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ഇത് ഏതാണ്ട് അതേ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റിൽ തന്നെയാണ് ഉള്ളത്. സോ ഇറ്റ്സ് ഈസിയർ ഫോർ യു ടു റിമെമ്പർ ആസ് വെൽ. എളുപ്പമായിരിക്കും ഓർക്കാനായിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി വെക്ടോറിയൽ ഫോമിൽ നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യണം. സോ വെക്ടോറിയൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അപ്പോൾ വെക്ടോറിയൽ ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഞാൻ Q1 വെക്കുന്ന ഒറിജിനിലാണ്. ഇത് എൻ്റെ എക്സ് ആക്സിസ് ആണ്, ഇതെൻ്റെ വൈ ആക്സിസ് ആണ്. ഇവിടെയാണ് ഞാൻ Q1 വെക്കുന്നത്. ഓക്കെ, Q2 വെക്കുന്നത് ഇവിടെയാണ് ഞാൻ Q2 വെക്കുന്നത്. ആൻഡ് Q2-ൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊസിഷൻ വെക്റ്ററാണ് വരയ്ക്കുക. ഇപ്പോൾ ബിക്കോസ് 2 ഡയമെൻഷനിലാണല്ലോ. സോ പൊസിഷൻ വെക്റ്ററാണ് വെച്ചേക്കുന്നത്. ഇതാണ് R വെക്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി 2-3 കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. അതിൻ്റെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. സോ ഫസ്റ്റ്, ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1, അതായത് ഫോഴ്സ് ഓൺ Q2. സോ ഫോഴ്സ് ഓൺ Q2 അതാണ് ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫോഴ്സ് ഓൺ Q2 എന്താ നോക്കട്ടെ. അതായത് ഫോഴ്സ് ഓൺ 2, സോ Q2, സോ ഫോഴ്സ് ഓൺ 2 ആര് കാരണം? 1 കാരണം. ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു 1. പിന്നെ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആരോ മുകളിലുണ്ടാവും. ഓക്കെ, ഇസ് ഈക്വൽ ടു 1/4πε0. സോ ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. Q1 Q2 ഓക്കെ, ഇതെല്ലാം ഫൈൻ. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത്, അതായത് ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ ലെങ്ത് ആണ്. ഒരു വെക്ടറിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെ എഴുതുക? ഒരു വെക്ടറിൻ്റെ ലെങ്ത് എഴുതണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, ഒരു മോഡുലസ് എഴുതണം. അങ്ങനെയാണ് വെക്ടറിൻ്റെ ലെങ്ത് എഴുതുക. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡയറക്ഷൻ, ഇത് എങ്ങോട്ടത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് R2, അതായത് ഈ ഇവിടെ ഞാൻ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് F(2 × 1) എന്ന് പറയുന്നത് ഇങ്ങോട്ടത്തേക്കായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ആറിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും F(21) ഉണ്ടാവുക. ഓക്കെ,
സോ അത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? നമുക്കിപ്പോൾ ഒരു വെക്റ്റർ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ മാത്രം നമുക്ക് മതി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആർ വെക്റ്റർ എടുക്കും. സോ ഇതാണ് എൻ്റെ ആർ വെക്റ്റർ. ഓക്കെ, ഈ ആർ വെക്റ്ററിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ വെക്റ്ററിനെ ഞാൻ അതിൻ്റെ അബൌട്ട് ദാറ്റ് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കേസ് ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ആർ വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞായിരുന്നു നമുക്കൊരു വെക്റ്റർ ഉണ്ട്, അതിനെ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉള്ളൊരു വെക്റ്ററാണ്. ഇതിനെ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഓൺ മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ ലെങ്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ കിട്ടും. ആ വെക്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഡയറക്ഷൻ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് മാത്രമായിരിക്കും. അപ്പോൾ ആ 1 യൂണിറ്റിന് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആവും. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആറിൻ്റെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. സോ അതെന്ന് പറയുന്നത് ആർ വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് ആർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതുക. ഇത് ചില സമയങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ വേറൊരു ഫോമിൽ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും, F21 എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0. സോ Q1 Q2 ആർ വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് ആർ ക്യൂബ് എന്ന് കാണും. അതിൻ്റെ ഒന്നുമില്ല, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതാണ് ആക്ച്വലി. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത സമയത്താണ് ക്യൂബ് എന്ന് കിട്ടിയത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് F is proportional to 1/r³ എന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇത് ഡിഫറെൻ്റ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ വെക്ടോറിയൽ ഫോം, കുളംസ് ലോൻ്റെ വെക്ടോറിയൽ ഫോം. സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഐഡിയ ഉണ്ടെന്നോ, ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്. ഇതിനെ വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് മുൻപോട്ടത്തേക്ക് പോകാം. സോ ലെറ്റ്സ് മൂവ് ഓൺ. നമുക്കിപ്പോൾ 2-3 എക്സ്പെരിമെൻറ്റിനെ പറ്റി ഞാൻ പറയാം. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഗ്ലാസ് റോഡ് എടുക്കുക, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്ലാസ് റോഡ് എടുത്തെന്ന് വെച്ചോ. ഇപ്പോൾ ഇതൊരു ഗ്ലാസ് റോഡാണ്. ഓക്കെ, ഇത് ഗ്ലാസ് ആണെന്ന് വെച്ചോ. നിങ്ങൾ ഇതിനെ ജസ്റ്റ് എന്തുകൊണ്ടെങ്കിലും റബ്ബ് ചെയ്യുക, എന്തെങ്കിലും ഫറായിട്ടുള്ള മെറ്റീരിയലും കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് റബ്ബ് ചെയ്യുക. പിന്നെ അടുത്തൊരു ഗ്ലാസ് റോഡ് എടുക്കുക, അതും ഗ്ലാസ് തന്നെയാണ്. ഇതിനെ നിങ്ങൾ ഇതേപോലെ തന്നെ റബ്ബ് ചെയ്യുക എന്തെങ്കിലും മെറ്റീരിയലും കൊണ്ട്. അപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചാർജ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇതിനെ നിങ്ങൾ ഈ 2 ഗ്ലാസ് റോഡിനെ അടുത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ റിപ്പൽഡ് ആവും. ആ റിപ്പൽഡ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ്, ഇതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ഇത് പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചോ, പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്ന് വെച്ചോ, ഞങ്ങൾക്ക് തന്നു എക്സാക്ട്ലി. അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ഉണ്ടെന്നുള്ളത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, ആ ഡാറ്റ തരികയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1 2 3 4 5 പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ 5 പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ഓക്കെ, ഇനി കുളംസ് ലോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ 2 ഗ്ലാസ് റോഡിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ 5 പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, എത്ര കുളംസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് 5 പോസിറ്റീവ് ചാർജസ് ഉണ്ട്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അത് ചിന്തിച്ച് നോക്ക്, പറയാൻ പറ്റുമോ എന്നുള്ളത്. സോ ആക്ച്വലി കുളംസ് ലോ മാത്രം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുളംസ് ലോ പറയുന്നത് നമുക്ക് 2 ചാർജ് ഉണ്ടെങ്കിൽ, ഒരു ചാർജ് ഉണ്ട്, അനദർ ചാർജ് ഉണ്ട്, 2 ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ ഫോഴ്സ് മറ്റൊന്നിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ 3 ചാർജ് ഉണ്ടെങ്കിലോ, ഇപ്പോൾ ലെറ്റ്സ് എനിക്ക് Q3 എന്ന ചാർജ് ഉണ്ട്. ഓക്കെ, ഈ Q3 എന്ന ചാർജ് വരുന്ന സമയത്ത് ഞാനപ്പോൾ എന്താ ചെയ്യുക? അതായത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓൺ 2 ആണ്. ഫോഴ്സ് ഓൺ 2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് ഓൺ 2 എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എനിക്കറിയാം, അത് ഇതിനെ റിപ്പൽ ചെയ്യും, അതിങ്ങനെ ഇങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്യും. ഇതാണ് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഓക്കെ, ഇനി ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 3 അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, അത് ഇങ്ങനെ ആയിരിക്കും വരിക. ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 3 എനിക്ക് കിട്ടി. ഓക്കെ, സോ ഫോഴ്സ് ഓൺ 2 എന്ന് പറയുന്നത് ഞാൻ വെക്ടോറിയലി ആഡ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഫോഴ്സ് ഓൺ 2 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 പ്ലസ് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 3. അപ്പോൾ ഇവിടെ എനിക്ക് വെക്ടോറിയലി ആഡ് ചെയ്യാൻ പറ്റി. സോ വെക്ടോറിയലി ആഡ് ചെയ്ത സമയത്ത്
ഇതിനകത്ത് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ആക്ച്വലി സ്ലൈറ്റ്ലി റോങ് ആയിട്ടുള്ള ഉത്തരമാണ്. അതായത് അത് വെരി അറ്റ് മൈന്യൂട്ട് ലെവൽ, മൈക്രോസ്കോപ്പിക് ലെവലിൽ നിങ്ങളിപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് മറ്റൊരു ഫോഴ്സിനെ ആക്ച്വലി എഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ല? അതായത് ഒരു ചാർജ് മറ്റൊരു ചാർജിനെ ലിറ്റിൽ ബിറ്റ്, അതൊരു ചെറിയ രീതിയിൽ മാർജിനലി ഒരു എറർ ഉണ്ടാവും അതിനകത്ത്. പക്ഷേ ഫോർ നമ്മുടെ പേർപ്പസിന് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഐഡിയ, അതായത് നമുക്ക് സം ചെയ്യാം, അതായത് ഫോഴ്സസ്, ഓരോ ചാർജസ് മറ്റേ ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ് സം ചെയ്യാം എന്ന് പറയുന്ന ഐഡിയനെ പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ഫോഴ്സ് തമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടത്തേക്ക് എക്സേർട്ട് ചെയ്യും. ഓക്കെ, അതേ സമയത്ത് ഇത് ഇവിടെയും എക്സേർട്ട് ചെയ്യും ഫോഴ്സ്. ഇതിവിടെയും ഈ ഭാഗത്ത് എക്സേർട്ട് ചെയ്യും, ഈ ഭാഗത്ത് എക്സേർട്ട് ചെയ്യും, പിന്നെ ഈ ഭാഗത്ത് എക്സേർട്ട് ചെയ്യും. അതായത് ഓരോ ഫോഴ്സ്. എന്നിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ എല്ലാം വെക്ടോറിയൽ സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര ഫോഴ്സാണ് ഇത് നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന എക്സാക്ട് വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്ന സമയത്ത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്ലസ് നമ്മുടെ കുളംസ് ലോ ആയിരിക്കും യൂസ് ചെയ്യുക. ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന അങ്ങോട്ടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. കുളംസ് ലോ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്തു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സസ് വെക്ടോറിയലി ആഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു ചാർജ് മറ്റൊരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് വേറൊരു ചാർജ് അതിനകത്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. വെക്ടോറിയലിയാണ് ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ബിക്കോസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വേരിഫിക്കേഷൻ ഉണ്ട്. അതായത് അത് ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ കുളംസ് ലോ എങ്ങനെ വെരിഫൈ ചെയ്യാം? ഓക്കെ, എന്താ കുളംസ് ലോ ശരിയാണെന്ന് എങ്ങനെ നിങ്ങൾ എക്സ്പെരിമെൻ്റിൽ നമ്മളൊരു ഇമാജിനറി എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ വെരിഫൈ ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നമ്മൾ ഈ കുളംസ് ലോ ഡിസ്കവർ ചെയ്ത സമയത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഈവൻ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല. ബട്ട് അവർ ഈ ഒരു ലോ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മളൊരു ലോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ഐഡൻറ്റിക്കൽ സർക്കിൾസ്, ഒരു സ്പിയേഴ്സ് എടുത്തെന്ന് വെച്ചോ. അതെന്താ ഒരു ഇൻസുലേറ്റിംഗ് സ്പിയർ ആവാം. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്പിയേഴ്സ് ഇങ്ങനെ എടുത്തെന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇതിനെ ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ചാർജ് ഉണ്ടാവും. അതെന്താ ചാർജ് എനിക്കറിയത്തില്ല, അതിനെ ഞാൻ Q1 എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ വേറൊരു മെറ്റീരിയൽ എടുത്തു. എന്നിട്ട് ഇതേപോലെ തന്നെ ഐഡൻറ്റിക്കൽ സ്പിയർ ആണ്, ഇതെല്ലാം ഐഡൻറ്റിക്കൽ സ്പിയേഴ്സ് ആണ്. അതിനെ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്തു. സോ അത് റബ്ബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എത്ര റബ്ബ് ചെയ്യുന്നു എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ചാർജ് വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് Q2 എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q1ഉം Q2ഉം ഞാൻ അടുത്തടുത്ത് ഇങ്ങനെ വെച്ചു, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R. ഓക്കെ, R ഡിസ്റ്റൻസിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ്ഡ് ആണ്. ഇതിനെ ഞാൻ വിട്ടു എന്ന് വെച്ചോ. വിടുന്ന സമയത്ത് ഇതിന് എക്സേർട്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് ഞാൻ F എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ അടുത്ത് വെച്ചു. ഇത് ഇമാജിനറി എക്സ്പെരിമെൻ്റ് ആണ്, റിയൽ ടൈമിലല്ല ഞാൻ ചെയ്യുന്നത്. ഇത് ഇമാജിനറി ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ Q1 Q2 ചാർജ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ വെച്ച സമയത്ത് എനിക്ക് F എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കിട്ടി. ഞാൻ ഇതിനാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇത് Q1. ഇനി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q2നെ ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നു. സോ Q2 ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഞാൻ എന്ത് ചെയ്തു, കുറച്ചു. ഓക്കെ, ഇത് കുറച്ച സമയത്ത് ഞാൻ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് 4 times ദ ഇനീഷ്യൽ വാല്യൂ ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇനീഷ്യലി F എന്ന് പറയുന്നത്, അതായത് ഇത് സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് F ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ ഈ ഡിസ്റ്റൻസ് കുറച്ച സമയത്ത് ഹാഫ് ആക്കിയ സമയത്ത് 4 times ആയി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ F എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. കാരണം ഞാൻ ഒന്ന് കുറച്ചപ്പോൾ മറ്റേത് കൂടി, മനസ്സിലായില്ലേ? അതായത് ഇത് കുറച്ച സമയത്ത് മറ്റേ വാല്യൂ കൂടി, അതാണ് ഉണ്ടായത്. അതായത് ഇതിപ്പോൾ നോക്കി നിങ്ങൾ, ഇതിപ്പോൾ ഞാൻ കൂട്ടുക എന്ന് വെച്ചോ. ഇത് ഞാൻ ഇത് ഇനീഷ്യലി ഇത് 4 times ഇവിടെ ഞാൻ കൊണ്ടുവെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കും, കുറയും by 1/4 times. സോ അതാണ് ഇവിടെ ഉണ്ടായത്. ഇനി നിങ്ങളിപ്പോൾ ഓക്കെ പറയുകയാണ്, അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് Q1 Q2ൻ്റെ റിലേഷൻ കിട്ടിയെന്ന് ചോദിക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് വെരിഫിക്കേഷൻ പോലെ പറയുന്നതേ ഉള്ളൂ.
നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ഈ ലോ നമുക്ക് ഒരു മൈൻഡിൽ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ രണ്ട് ചാർജസ് ഞാൻ എടുത്തു. സോ Q1 എൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള രണ്ട് ഈ കേസ്, പിന്നെ Q2. അതെ, പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അത് ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ് എടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണ്. ഓക്കെ, സോ ഇതിനെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ആണ്. Q2 Q1, അതായത് ഈ കേസിനകത്ത് ഇതിനെ F ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും, ഇതിനെ F ഓപ്പോസിറ്റും പുഷ് ചെയ്യും, രണ്ടും സെയിം ചാർജ് ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ Q2 ഞാനിവിടെ എടുത്തു. Q2-ൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ അതേ ഷേപ്പും സൈസും ആയിട്ടുള്ളൊരു സ്ഫിയർ കൊണ്ടുവച്ചു. നിങ്ങൾ ഞാൻ വരച്ച് നോക്കേണ്ട, സെയിം ഷേപ്പ് ആൻഡ് സൈസിലുള്ള ഒരു സ്ഫിയർ കൊണ്ടുവച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? സം എമൗണ്ട് ഓഫ് ചാർജ്, കുറച്ച് ചാർജസ് ഇപ്പുറത്തോട്ട് പോകും. ഓക്കെ, കുറച്ച് ചാർജസ് ഇപ്പുറത്തോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറ്റ് ദ എൻഡ് നമുക്ക് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് Q2/2 ചാർജ് ഉണ്ടാവും, ഇതിൻ്റെ അകത്തും Q2/2 ചാർജ് ഉണ്ടാവും. അതായത് ഈക്വലി സെയിം ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ Q2 എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടായതുകൊണ്ട് ഇപ്പുറത്തോട്ട് Q2 എമൗണ്ട് ഓഫ് ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും ഞാൻ ഹാഫായി മാറും. അപ്പോൾ എനിക്ക് എന്തായി കിട്ടി? ഇപ്പോൾ ഈ ഒരു ഭാഗം Q2/2 ആയി കിട്ടിയല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ വെക്കും. ഇവിടെ Q1 ഉണ്ട്, ഈ Q2/2 ആയ ചാർജ് ഞാൻ ഇവിടെ വെച്ചു. ഇത് Q2/2 ആയ ചാർജ് ഞാൻ ഇവിടെ വെച്ചു, സെയിം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ എൻ്റെ ഫോഴ്സ് എത്രയാണ് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ ആ ഫോഴ്സ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ F/2 ആണ്. അതായത് ഫോഴ്സിൻ്റെ വാല്യൂ ഹാഫായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Q2 എന്ന വാല്യൂ ഹാഫ് ആക്കിയപ്പോൾ F എന്ന വാല്യൂ F/2 ആയി. ഒന്ന് കുറച്ചപ്പോൾ മറ്റേതും കുറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് F is proportional to, ഇതിൻ്റെ കേസിനകത്ത് Q1 and Q2. ഐ മീൻ ബോത്ത്. നിങ്ങൾ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ രണ്ടും നിങ്ങൾ ഹാഫ് ആയി കഴിഞ്ഞാൽ ഫോഴ്സ് ഹാഫായി, പിന്നെ ഹാഫായി 1/4 ആവും. ഇപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ F/2 ആവും. സോ അങ്ങനെയാണ് F proportional to Q1 Q2 എന്ന് കിട്ടുന്നത്. ഇത് ഇമാജിനറി എക്സ്പെരിമെൻ്റ് വെച്ച് ബേസ് ചെയ്തിട്ട് നമുക്കപ്പോൾ ഫൈനൽ റിസൾട്ട് എഴുതാൻ പറ്റും. F proportional to Q1 Q2/R². ഇതൊരു ഇമാജിനറി എക്സ്പെരിമെൻ്റ് ആണ് അഗെയിൻ. സോ അങ്ങനെയാണ് നമ്മൾ കുളംസ് ലോനെ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. അതായത് കുളംസ് ലോയും സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളും, ഈ രണ്ട് ഐഡിയാസിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഓരോരോ രീതിയിൽ ഇങ്ങനെ നമുക്ക് മാറി മാറി ചിന്തിക്കുക. അതിൻ്റെ പിന്നെ മാത്തമാറ്റിക്കലി പിന്നെ നമ്മൾ ഇത് വെച്ച് ചെയ്തു നോക്കുന്ന സമയത്ത് എന്തെല്ലാം ഇംപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ നോക്കുന്നത്. ഓക്കെ, സോ സീ യു ഗൈസ്, ബൈ.